ദുനിയാവിൽ നിന്ന് യാത്ര പോകണമെന്ന ചിന്ത എപ്പോഴും ഖൽബിനെ പിടികൂടിയിരിക്കണം. ആഖിറത്തിൽ പോയി താമസിക്കേണ്ട ആളാണ്, അവിടെ പോയി കൂടേണ്ട ആളാണ്, എന്നും അവിടെ പോയി സ്ഥിരതാമസത്തിനുള്ള ആളാണ്. ഇവിടെ താൽക്കാലിക താമസത്തിന് വേണ്ടി വന്നതാണ്. ഇത് ശാശ്വത വീടല്ല, എപ്പോഴും എപ്പോഴും അങ്ങോട്ട് പോകേണ്ടതാണ്. അലി റളിയല്ലാഹു അൻഹു എല്ലാ ഖുതുബയിലും പറയുന്നത് പോലെ ഇർതഹലത്തിദ് ദുനിയാ മുദ്ബിറാ വർതഹലത്തിൽ ആഖിറതു മുഖ്ബിലാ വലികുല്ലി വാഹിദത്തിൻ മിൻഹുമാ ബനൂൻ. ഇർതഹലത്തിദ് ദുനിയാ മുദ്ബിറാ വർതഹലത്തിൽ ആഖിറതു മുഖ്ബിലാ. ദുനിയാവ് അത് പിന്നോട്ട് യാത്ര പോകുന്നു, ആഖിറമോ മുന്നിലേക്ക് മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. എല്ലാ ഓരോ ലോകത്തിനും പ്രത്യേകം ആളുകളുണ്ട്. ഫകൂനൂ മിൻ അബ്നാഇൽ ആഖിറ വലാ തകൂനൂ മിൻ അബ്നാഇദ് ദുനിയാ. നിങ്ങൾ ആഖിറത്തിന്റെ സന്തതികളാകണം, ദുനിയാവിന്റെ സന്തതികളാകരുത്. ഫഇന്നൽ യൗമ അമലുൻ വലാ ഹിസാബ്. ഇന്ന് ഈ ലോകത്ത് വെച്ചാണ് അമല് ചെയ്യേണ്ടത്, ഇവിടെ ഹിസാബൊന്നും നടക്കുന്നില്ല. അതേ സമയത്ത് വഗദൻ ഹിസാബുൻ വലാ അമൽ, നാളെ വിചാരണ മാത്രമേ ഉള്ളൂ, അമല് ചെയ്യാനൊക്കില്ല. ഇവിടെ വെച്ച് അമല് ചെയ്യണം, അമലായിട്ട് ചെയ്യേണ്ട സംഗതികളൊക്കെ ഇവിടെ വെച്ച് വേണം. എപ്പോഴും ആഖിറത്തിന് മുൻഗണന കൊടുക്കണം. ദുനിയാവിനുള്ള മുൻഗണനയേക്കാൾ ആഖിറത്തിന് വേണ്ടിയുള്ള അധ്വാനമുണ്ടാകണം. ദുനിയാവും ആഖിറവും തമ്മിൽ ഏറ്റുമുട്ടിയാലോ ആഖിറത്തെ മുന്തിക്കണം. അതാണ് ഇമാം ബുസൂരി തങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നത്. ദുനിയാവിന് പകരം ആഖിറത്തെ വിറ്റാൽ, ആഖിറത്തിന് വേണ്ടി ദുനിയാവിനെയാണ് വിൽക്കേണ്ടത്. ദുനിയാവിന് പകരം ആഖിറത്തെ ഒരാൾ വിറ്റാൽ ആഖിറം നേടിയെടുക്കുകയാണ് വേണ്ടത്. ആഖിറം വിറ്റിട്ട് ദുനിയാവ് വാങ്ങിയാൽ യബില്ലഹുൽ ഗബ്നു, അവന് നഷ്ടമാണ് സംഭവിക്കുന്നത്. ഇവിടത്തെ കച്ചവടത്തിലും വഫീ സലമീ, പരലോകത്ത് അവൻ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന അവധി കച്ചവടം, പരലോകത്തെ വിഷയമാണ് ആ പറഞ്ഞത്. രണ്ട് ലോകത്തും അവന് നഷ്ടമാണ്. ദുനിയാവിന് ആഖിറത്തിന് വേണ്ടി വിൽക്കണം. മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു, മോശത്തരങ്ങൾ ആരെങ്കിലും കാണിച്ചു കൊടുത്താൽ, അതിലേക്കുള്ള സാഹചര്യങ്ങൾ വന്നാൽ, ഇനി അനാവശ്യങ്ങളിലേക്കും മറ്റുമൊക്കെ സാഹചര്യങ്ങൾ, സമ്മർദ്ദങ്ങൾ ധാരാളം വരും. പലതും ഹലാലായിട്ട് തീരുമാനിക്കപ്പെടും. കേന്ദ്രവും മറ്റുമൊക്കെ അതിനുള്ള പദ്ധതികൾ തയ്യാറാക്കും. അങ്ങനെ എന്ത് മുന്നിൽ വന്നാലും നഫറ മിൻഹാ ബിത്വബഇഹി, അയാൾക്കതിനോട് വിരക്തിയുണ്ടാകും. നല്ല മനസ്സാണോ അയാൾക്കതിനോട് വെറുപ്പുണ്ടാകും. എത്ര സൗകര്യം കിട്ടിയാലും വലം യൽതഫിത ഇലൈഹാ, അതിലേക്ക് അയാൾ തിരിഞ്ഞു നോക്കില്ല. അത്രയും വലിയ ഹയാ ആയിരിക്കും അയാൾക്കുണ്ടാവുക. അനാവശ്യങ്ങൾക്ക് അത്രയും സൗകര്യം കിട്ടിയാലും മനസ്സുകൊണ്ട് അതിനോട് വെറുപ്പ് വന്നിട്ട് മാറി നിൽക്കും. മഹാന്മാര് പഠിപ്പിച്ചു, എന്തെങ്കിലും ഒരു ആരാധന നഷ്ടപ്പെട്ടു പോയാൽ മനസ്സിൽ വല്ലാത്ത വേദന വരും. സമ്പത്ത് നഷ്ടപ്പെടുന്നതിനേക്കാളും വലിയ വേദനയാണ്, കുടുംബം നഷ്ടപ്പെടുന്നതിനേക്കാളും വലിയ വേദനയാണ്, ശരീരത്തിന്റെ ഒരു ഭാഗം നഷ്ടപ്പെടുന്നതിനേക്കാളും വലിയ വേദനയാണ്. ജമാഅത്ത് നഷ്ടപ്പെടുമ്പോ ഒരാൾക്ക് ദുഃഖം വരും പോലെ, ജമാഅത്ത് നഷ്ടപ്പെടുമ്പോ എന്തിനാ ദുഃഖം വരുന്നത്? സുബ്ഹാനല്ലാഹ്, ഒറ്റക്കുള്ള നിസ്കാരത്തെക്കാളും വലിയ മഹത്വം കിട്ടുന്നതല്ലേ ജമാഅത്ത്. മുതഅല്ലിമീങ്ങളോട് വരെ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ചോദിച്ച ചോദ്യം അതല്ലേ, വലിമത്തഅല്ലുമു ഇൻ തകും തതസാഹലു ഫീ മിസ്ലി ഹാദർ റിബ്ഹി അഖ്സറ അജ്ഹലാ. ഈ വലിയ ലാഭം കിട്ടുന്ന കാര്യം നഷ്ടപ്പെടുത്തിയിട്ട് എന്തിനാ പഠനം, എന്തിനാ നീ പഠിക്കുന്നത്? ഇത്രയും വലിയ ലാഭം നഷ്ടപ്പെടുത്താൻ പറ്റൂലല്ലോ. അപ്പൊ സഹോദരങ്ങളെ, എന്തെങ്കിലും ഒരു നന്മ നഷ്ടപ്പെടുമ്പോഴേക്ക് വരുന്ന സങ്കടം, അത് സലീമായ ഖൽബിന്റെ അടയാളമാണ്. ഒരൊറ്റ നിസ്കാരത്തിന്റെ സമയം തെറ്റിയപ്പോഴേക്ക്
അലി റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞത് ആ ഒരവസ്ഥയിലാണ്. ഒരൊറ്റ ജമാഅത്ത് നഷ്ടപ്പെട്ടപ്പോഴേക്ക് അതിന് കാരണമായ തോട്ടം മിസ്കീന്മാർക്ക് ഉമർ റളിയല്ലാഹു അൻഹു സംഭാവന ചെയ്തതും അതിന്റെ ഭാഗമാണ്. എപ്പോഴും ത്വാഅത്തിന് ആഗ്രഹം വേണം, എപ്പോഴും നന്മക്ക് ആഗ്രഹം വേണം. കമാ യസ്താഖുൽ ജാഇഉ ഇല ത്വആമി വശറാബ്, പട്ടിണി കിടക്കുന്ന ആള് ഭക്ഷണത്തിലേക്കും പാനീയത്തിലേക്കും ആഗ്രഹിക്കും പോലെ നന്മ ചെയ്യാൻ, ആരാധനയ്ക്ക് വേണ്ടി എപ്പോഴും ആഗ്രഹം വേണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ദുനിയാവിൽ പലതും സന്തോഷം നൽകുമെങ്കിലും ജുഇലത്ത് ഖുർറത്തു ഐനി ഫിസ്സലാ, ഇബാദത്തിലാണ്, ആരാധനയിലാണ് ഏറ്റവും വലിയ സന്തോഷമെന്ന് തങ്ങൾ പറഞ്ഞത്. അത്ര കൺകുളിർമയാർന്നൊരു സംഗതി വേറെയില്ല. ഖൽബിന്റെ ഏറ്റവും വലിയ സന്തോഷം ത്വാഅത്തിനാകണം. അത് സലീമായ ഖൽബിന്റെ അടയാളമാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഖൽബുകളെ നന്നാക്കി തരട്ടെ. നല്ല മനസ്ഥിതിയോടെ ജീവിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ.